നമസ്കാരം. പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ നടിയും ബിഗ് ബോസ് താരവുമെല്ലാമാണ് അനുമോൾ. അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇത്രയേറെ ആരാധകർ ലഭിക്കാൻ കാരണമായത്. ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധ നേടുന്നത്. പിന്നീട് സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ വലിയൊരു താരമായി മാറിയിരുന്നു. ടെലിവിഷനിലെ ജനപ്രിയ മുഖമാണ് അനുമോൾ. ആരാധകരുടെ പ്രിയങ്കരിയാണ് അനുമോൾ. തുറന്ന സംസാരവും നിഷ്കളങ്കതയുമാണ് അനുവിനെ ആരാധകരുടെ അനുക്കുട്ടിയാക്കുന്നത്. കുട്ടിക്കാലം മുതൽ അഭിനയ രംഗത്തെത്തിയ അനുമോൾ തനിക്കും ആദ്യകാലങ്ങളിൽ നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിരുന്നു. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചെല്ലാം താരം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടാവുന്നത് ബിഗ് ബോസിൽ വെച്ചാണ്. ഹൗസിലേക്ക് പോയാൽ പോസിറ്റീവ് മാത്രമായിരിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൗസിലേക്ക് പോയതെന്നും താൻ ഒരിക്കലും ഹൗസിൽ അഭിനയിച്ച് നിന്നിട്ടില്ലെന്നും അനുമോൾ പറഞ്ഞിരുന്നു. തന്നെക്കുറിച്ച് നെഗറ്റീവ് കരുതുന്നവരോട് യാതൊരു വിശദീകരണത്തിനും ഉദ്ദേശിക്കുന്നില്ലെന്നും ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹത്തിന് നന്ദിയെന്നും അനുമോൾ പറഞ്ഞിരുന്നു. അതേസമയം ബിഗ് ബോസ് മലയാളം 7ാം സീസണിലെ കപ്പും അനുവാണ് നേടിയത്. വൻ ജനപിന്തുണയോടെയായിരുന്നു വിജയം. ബിഗ് ബോസ് ജീവിതം റിയൽ ലൈഫിനെ നെഗറ്റീവായും പോസിറ്റീവായും ബാധിച്ചിരുന്നു. ഒരുപാട് നെഗറ്റിവിറ്റി കുറച്ചു കാലം അനുവിന് അനുഭവിക്കേണ്ടി വന്നിരുന്നു. അതെല്ലാം മറികടന്ന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് താരം. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം പങ്കിട്ട പുതിയ വ്ളോഗാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കയ്യിൽ രൂപപ്പെട്ട മുഴ നീക്കം ചെയ്യാനായി ആശുപത്രിയിൽ പോയതിന്റെ വിവരങ്ങളാണ് വിശദമായ വ്ളോഗായി അനു പങ്കിട്ടത്. ശരീരത്തിൽ മുഴകൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവഗണിക്കരുതെന്ന് അനുമോൾ പറയുന്നു. ഇന്നത്തേത് ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. കാരണം ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ട്. എനിക്കൊരു കുഞ്ഞു സർജറി ഉണ്ട്. വലിയൊരു സംഭവമൊന്നുമല്ല. കയ്യിലൊരു സിസ്റ്റ് വളരുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് 3 മാസം മുമ്പാണ് സിസ്റ്റ് വളർന്നു തുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത്. ആ സമയത്ത് സർജറി ചെയ്ത് അത് ഒഴിവാക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിരുന്നില്ല. നല്ല തിരക്കായിരുന്നു. റെസ്റ്റ് എടുക്കാൻ സമയം വേണമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവന്നപ്പോൾ ഇപ്പോൾ സർജറി ചെയ്തേക്കാമെന്ന് കരുതി. ഗാംഗ്ലിയൻ സിസ്റ്റ് എന്നാണ് കയ്യിലെ മുഴയ്ക്ക് പറയുന്ന പേര്. യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ഫാറ്റാണ് സിസ്റ്റായി മാറിയത്. കിംസ് ആശുപത്രിയിലാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഇതുപോലുള്ള മുഴകൾ ശരീരത്തിൽ വരുമ്പോൾ ആളുകൾ ഭയക്കും. എന്താണ് വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചാകും ടെൻഷൻ. മുഴ കണ്ടപ്പോൾ ആദ്യം എനിക്കും പേടിയായിരുന്നു. അങ്ങനെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചത്. മാത്രമല്ല എനിക്ക് അറിയാവുന്ന ഡോക്ടർമാരോടെല്ലാം ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ചിലർക്കൊക്കെ വരുന്നതാണത്രേ. സർജറി ചെയ്ത് കളയാവുന്ന കാര്യമേ ഉള്ളൂവെന്നും പറഞ്ഞു. ഇതുപോലെ ശരീരത്തിൽ മുഴകൾ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം. വൈകിപ്പിക്കരുത്. കണ്ടില്ലെന്ന് നടിക്കരുത് അനു പറഞ്ഞു. കീറി മുറിക്കലൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സിമ്പിളായ സർജറി ആയിരുന്നു. സൂചി ഉപയോഗിച്ച് ഉള്ളിലെ വലിച്ചെടുക്കുന്ന ചെറിയ പ്രോസസ് ആയിരുന്നു. ഇനിയും ചിലപ്പോൾ മുഴ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നും താരം പറഞ്ഞു. കയ്യിലെ കെട്ടുമായി ഞാൻ പുറത്തിറങ്ങുമ്പോൾ അനുമോൾ ഞരമ്പ് മുറിച്ചു സ്റ്റിച്ച് ഇടാൻ വന്നുവെന്നൊക്കെ ചിലർ വിചാരിക്കും. ഞരമ്പ് മുറിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ എന്നും അനു പറഞ്ഞു. തന്റെ ആരാധകരായ ഹോസ്പിറ്റൽ സ്റ്റാഫിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും അവരുടെ പ്രിയപ്പെട്ടവരെ വീഡിയോ കോളിൽ വിളിച്ച് സ്നേഹ സംഭാഷണം നടത്താനും അനു മടി കാണിച്ചില്ല. കിംസ് ആശുപത്രിയിലെ ജീവനക്കാർ തനിക്ക് ഫാമിലി പോലെയാണെന്നും ഇവിടെ വന്നാൽ അവർ തന്നെ ഗംഭീരമായി ട്രീറ്റ് ചെയ്യാറുണ്ടെന്നും അനു പറഞ്ഞു. ബിഗ് ബോസ് കണ്ട് ആരാധകരായവരെല്ലാം അനുവിനെ പരിചയപ്പെടാൻ എത്തുന്നുണ്ടായിരുന്നു. പുതിയ പ്രോഗ്രാമുകളൊന്നും ഇല്ലേ എന്നുള്ള അവരുടെ ചോദ്യത്തിന് ബിഗ് ബോസ് ടീമുമായി ഒരു കരാറുണ്ടെന്നും അത് തീരാൻ മാസങ്ങൾ എടുക്കുമെന്നും അനു പറഞ്ഞു. ഏഷ്യാനെറ്റിൽ തന്റെ ഒരു പ്രോഗ്രാം ഉടൻ വരുമെന്നും അനു പറഞ്ഞു. PR ഉപയോഗിച്ചാണ് അനു ബിഗ് ബോസ് കപ്പ് നേടിയതെന്നാണ് താരം ഷോ വിജയിച്ച സമയത്ത് പ്രചരിച്ച പ്രധാന വിമർശനം. അനീഷായിരുന്നു സീസൺ 7 റണ്ണറപ്പ് ആയത്. അതേസമയം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് അനുമോൾ. ടെലിവിഷൻ പ്രേക്ഷകരുടെ പിന്തുണയോടെയാണ് അനുമോൾ ബിഗ് ബോസ് സീസൺ 7 വിന്നറായത്. ഹൗസിനുള്ളിൽ 100 ദിവസം ശ്രദ്ധേയമായ പ്രകടനമാണ് അനുമോൾ കാഴ്ചവെച്ചത്. അനുമോൾ കോമണറായി ബിഗ് ബോസിലെത്തിയ അനീഷും തമ്മിലായിരുന്നു പ്രധാന മത്സരം. ഇരുവരും തമ്മിലുള്ള കോംബോ പ്രേക്ഷകർക്കും വലിയ ഇഷ്ടമായിരുന്നു. അതേസമയം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വൈകാരികമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നതിലും അനുമോൾ മുന്നിലായിരുന്നു. തനിക്കെതിരെ വന്ന ആരോപണങ്ങളെ പലപ്പോഴും കരച്ചിലൂടെയാണ് അനുമോൾ നേരിട്ടത്. പലപ്പോഴും വളരെ വികാരധീനയായാണ് അനുമോൾ ഹൗസിനുള്ളിൽ സംസാരിച്ചിട്ടുള്ളത്. സെന്റിമെന്റ്സിലൂടെയാണ് അനുമോൾ കൂടുതൽ വോട്ട് നേടിയതെന്ന് മറ്റ് മത്സരാർത്ഥികൾ ആരോപിക്കുകയും ചെയ്തു. അതേസമയം ബിഗ് ബോസ് വിന്നറായതിനു പിന്നാലെ അനുമോൾക്കെതിരെ വലിയ സൈബർ ആക്രമണവും ഉണ്ടായി. അർഹതയില്ലാത്ത വിജയമാണ് അനുമോൾ നേടിയതെന്നായിരുന്നു പ്രധാന വിമർശനം ഉയർന്നത്. ഇതുകൂടാതെ PR ചെയ്യാനായി അനുമോൾ വലിയ തുക നൽകിയെന്നും ആരോപണങ്ങൾ ഉയർന്നു. അനുമോളേക്കാൾ നന്നായി അനീഷാണ് പെർഫോം ചെയ്തതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണമുണ്ടായി. എന്നാൽ ഇതിനോടൊന്നും വലിയ പ്രതികരണങ്ങൾ നടത്താൻ അനുമോൾ തയ്യാറായില്ല. തന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ പലരോടും ആവശ്യപ്പെട്ടിരുന്നതായി അനുമോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബിഗ് ബോസിൽ കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ഒന്നുകൂടി ഓർത്തെടുക്കുകയാണ് അനുമോൾ. ബിഗ് ബോസ് കണ്ടവർക്കറിയാം, ഞാൻ 100 ദിവസവും കരയാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും കരഞ്ഞു മെഴുകിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്റർവ്യൂകളിൽ ഇക്കാര്യം വീണ്ടും പറയുമ്പോൾ വീണ്ടും കരയേണ്ടി വരും. വീണ്ടും കരഞ്ഞു മെഴുകാൻ വയ്യാത്തത് കൊണ്ടാണ് അഭിമുഖങ്ങൾ പോലും കൊടുക്കാതിരുന്നത്. എല്ലാം ഓവർകം ചെയ്തു വരാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോഴാണ് ശരിക്കും ഓക്കെ ആയി വന്നത്. എന്നാലും പൂർണ്ണമായും ഓക്കെ ആയിട്ടില്ല. എല്ലാം ഓവർകം ചെയ്തു വരാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോഴാണ് ശരിക്കും ഓക്കെ ആയി വന്നത്. എന്നാലും പൂർണ്ണമായും ഓക്കെ ആയിട്ടില്ല. അഭിമുഖങ്ങൾ കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും വന്ന് കരയുന്നത് എന്തിനാണെന്ന് കമന്റുകൾ വരും. അങ്ങനെ കമന്റുകൾ വരുമ്പോൾ വിഷമം വരും. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം 4-5 എപ്പിസോഡുകൾ കണ്ടു. അപ്പോൾ മനസ്സിലായ എപ്പിസോഡുകൾ കാണാതിരിക്കുന്നത് നല്ലതെന്ന്.
പിന്നെ കാണാൻ നിന്നില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്. അതേസമയം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയായി ആയതിനു ശേഷം അനുമോൾ മുടങ്ങാതെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചിരുന്നു. അമ്മയും സഹോദരിയും താരത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ ദേവിയെ കാണുന്നതിനാൽ അനുവിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു ആറ്റുകാൽ ക്ഷേത്രം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷത്തെയും പൊങ്കാല അനുഭവം നല്ലതായിരുന്നു. ഇപ്രാവശ്യം സൗകര്യം എല്ലാവർക്കും കുറച്ചുകൂടി കൂടിയെന്ന് തോന്നുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ബ്ലോക്ക് കാര്യങ്ങളും ഒന്നുമില്ല. നമുക്കെല്ലാം സൗകര്യങ്ങളും ഗവൺമെന്റ് ഒരുക്കി തന്നിട്ടുണ്ട്. കുറച്ച് സ്പെഷ്യലായി തോന്നി ഈ വർഷം. ബിഗ് ബോസ് വിന്നറായ ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. പല ഭാഗത്തു നിന്നും വന്ന അമ്മമാരുണ്ടല്ലോ, അവരൊക്കെ എന്നെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു. അവരൊക്കെ അടുത്ത് വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. ഒരുപാട് പേർ കാണാൻ വന്നിരുന്നു. വീടിനടുത്ത് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എത്തി. സിനിമയിലേക്കൊന്നും വിളി വന്നിട്ടില്ല. പക്ഷേ ഏഷ്യാനെറ്റിൽ തന്നെ പുതിയ പ്രോഗ്രാം വരാൻ പോകുന്നുണ്ട്. അത് ഉടനെ തുടങ്ങും. പിന്നെ വേറെ പ്രോഗ്രാമുകളും കാര്യങ്ങളുമുണ്ട്. അതൊക്കെയായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇത്തവണയും ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളുടെ പുറത്ത് തന്നെയാണ് നമ്മളെല്ലാവരും പൊങ്കാലയിടുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ ആരും ഇവിടെയല്ല പൊങ്കാലയിടുന്നത്. വഴുതക്കാട്, തൈക്കാട് ഏരിയകളിലാണ് അവർ പൊങ്കാലയിടുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ പൊങ്കാല അറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പൊങ്കാല താല്പര്യമുള്ള ആർക്കും ആറ്റുകാൽ പൊങ്കാല ഇടാമെന്നാണ്. ചെറിയ പ്രായം മുതൽ അമ്മയുടെ കൂടെ പൊങ്കാലയിടാൻ ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുതലാണ് പൊങ്കാലയിട്ട് തുടങ്ങിയതെന്ന് ഓർമ്മയില്ല. തനിയെ പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അനു പൊങ്കാല അനുഭവം പങ്കിട്ട് പറഞ്ഞു. വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു: എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ ഒന്ന് കെട്ടിച്ചു വിടണമെന്നുള്ളത്. വിവാഹം നടക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ മാത്രം പോരല്ലോ. നമ്മുടെ തലയിൽ വിധിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. അതൊക്കെ ഒരു നിമിത്തമാണ്. സമയമാകുമ്പോൾ നടക്കും, അനു പറഞ്ഞു. ബിഗ് ബോസിലായിരുന്നപ്പോൾ സഹമത്സരാർത്ഥിയായിരുന്ന അനീഷ് അനുവിനോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷെ അനു അത് നിരസിച്ചു. സഹോദരനെ പോലെ കണ്ടൊരു വ്യക്തിയെ പ്രണയിക്കാൻ തനിക്ക് കഴിയില്ലെന്നായിരുന്നു അനുവിന്റെ മറുപടി. ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം അനുവും അനീഷും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ്. 2 വർഷം കഴിയാതെ വിവാഹം ഉണ്ടാവില്ലെന്നാണ് ബിഗ് ബോസിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ എല്ലാം അനു പറഞ്ഞത്. താരത്തിന്റെ വിവാഹം മാതാപിതാക്കളുടെയും വലിയ സ്വപ്നമാണ്. മുമ്പ് സിനിമാ സീരിയൽ താരം ജീവനുമായി അനു പ്രണയത്തിലായിരുന്നുവെന്ന് പ്രചരിച്ചിരുന്നു. ഇരുവരും ഒരുമിച്ച് ചില TV പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് അഭിനയിച്ച് തുടങ്ങിയ ശേഷമാണ് ഇരുവരും പ്രണയത്തിലായതും. എന്നാൽ പിന്നീട് താരങ്ങൾ വേർപിരിയുകയായിരുന്നു. നിരവധി സീരിയലുകളിലും വെബ് സീരീസുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അനുവിനെ ജനപ്രിയമാക്കിയത് സ്റ്റാർ മാജിക് എന്ന ഷോ തന്നെയാണ്.